തോബിത്ത് 1:10, ദാനിയേൽ 1:6. ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം സാഹചര്യങ്ങൾ പാപം ചെയ്യാൻ കിട്ടിയിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തെ ഓർത്ത് ദൈവം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, ഹൃദയം നന്നാകണമെങ്കിൽ ഹൃദയത്തിനകത്ത് വചനം വേണം. ഇപ്പം നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ആരാ? അമ്മായി പറഞ്ഞ കാര്യം, അച്ഛൻ പറഞ്ഞ കാര്യം, ഭർത്താവ് പറഞ്ഞ കാര്യം, നാട്ടുകാർ പറഞ്ഞ കാര്യം, വീട്ടുകാർ പറഞ്ഞ കാര്യം, ഇതൊക്കെ തലയിൽ കിടന്ന് ഇങ്ങനെ ഓടി 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 ഹൃദയം കട്ടിയാക്കി മനസ്സ് മരവിച്ച് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ഭോഗാസക്തിക്ക് അടിമപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ പൂച്ചയെ എണ്ണയും മുക്കിയെടുത്ത പോലെയാണ് നമ്മുടെ ഈ ഇരിപ്പ്. കണ്ണ് തുറന്നിട്ട് കാണാനും പറ്റുന്നില്ല, തുറക്കാതിരിക്കാനും പറ്റുന്നില്ല. സങ്കീർത്തനം 119:9 തൊട്ടുള്ള വചനം. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. പൂർണ്ണ ഹൃദയം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാൻ പോവുക. ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായി കിടക്കുന്ന സാധനമാണ് കാപട്യം. കപടത നിറഞ്ഞ ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കില്ല. 2 പത്രോസ് 2:1 തൊട്ടുള്ള വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ശിശുക്കളെ പോലെ തിരുവചനം സ്വീകരിക്കുവീൻ. പാല് കുഞ്ഞ് സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾ വചനം സ്വീകരിക്കണം. എന്നാൽ വചനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ച് ഇവിടെ പറയുന്നുണ്ട്. 1 പത്രോസ് 2:1 തൊട്ടുള്ള വചനം വായിച്ചോ. നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. ഇത്രയും കാര്യം നമ്മൾ ചെയ്താൽ മതി. ഒന്നുകൂടി പറഞ്ഞേ. 1 എല്ലാ തിന്മയും, തിന്മ. 2 വഞ്ചനയും. വഞ്ചിക്കുന്ന ഹൃദയമാണ് നമ്മുടെ. ചാൻസ് കിട്ടിയാൽ വിഴുങ്ങുന്നതാണ് നമ്മുടെ ഹൃദയം. എഫേസസ് 4:17 പറയുന്നത് അതുകൊണ്ടാണ് രൂപാന്തരപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. മനസ്സാണ് മാറ്റേണ്ടത്. ഈ സാഹചര്യം, സിറ്റുവേഷനോ വീടോ നാടോ അല്ല മാറേണ്ടത്. അടുത്തത് കാപട്യം. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പോകുന്നത് കാപട്യം. ഇത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ ശിശുക്കളെ പോലെ നിങ്ങൾക്ക് വചനം സ്വീകരിക്കാൻ പറ്റും. എന്താ സഹോദരൻ്റെ കാപട്യം എന്ന് പറയുന്നത്? വിഭക്ത ഹൃദയമാണ് കാപട്യം എന്ന് പറയുന്നത്. ഹൃദയം വിഭജിച്ചു കൊടുക്കുക. ഇപ്പോൾ സങ്കീർത്തനം 119 പറഞ്ഞ എങ്ങനെയാണ്: നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ വചനം സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണ്? പാപം ചെയ്തു പോകുന്നു. കാര്യം എന്താണ്? ഹൃദയത്തിൽ വചനമില്ല. തലയ്ക്കകത്തും ബുദ്ധിക്കകത്തൊക്കെ കിടപ്പുണ്ട്, പക്ഷേ ഹൃദയത്തിനകത്ത് വചനമില്ല. ഹൃദയത്തിൽ വചനമില്ലാത്തതിൻ്റെ കാര്യം എന്താണ്? ഹൃദയം ഹൗസ്ഫുള്ളാണ്. ഹൃദയം എന്താ സഹോദരങ്ങളെ? ഹൗസ്ഫുള്ളാണ്. ഹൃദയം ഹൗസ്ഫുള്ളാവാൻ കാര്യം എന്താണ്? എല്ലാ സാധനവും നമ്മുടെ ഹൃദയത്തിനകത്തായിരിക്കുന്നത്. ഒരു പാപം അങ്ങ് ഇറക്കി വിടുമ്പോൾ ഒരു വചനം അങ്ങോട്ട് കയറണമെങ്കിൽ ആ പാപം അങ്ങ് ഇറങ്ങിപ്പോകണം. ഇത് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട കാര്യമാണ്. ഇതിങ്ങനെ ആരും ചെയ്തു തരുന്ന സാധനമൊന്നുമല്ല. നമ്മുടെ മനസ്സിനോട് നമ്മൾ വ്യക്തമായിട്ട് പറയണം, നിൻ്റെ കപടതയുടെ ഹൃദയം നീ എടുത്തു മാറ്റണം. കപടതയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? വായിച്ചേ. സങ്കീർത്തനം 59:16. എൻ്റെ വചനത്തെ നീ അവഗണിക്കുന്നു. എൻ്റെ വചനത്തെ അവഗണിക്കുന്നു. വചനത്തെ ഞാൻ അവഗണിക്കുന്നുണ്ടോ? വചനത്തെ അവഗണിക്കുന്നുണ്ടോ? ഈ തിരുവചനം നിൻ്റെ കയ്യിലിരുന്നിട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കാണെന്ന് വിശ്വസിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ? നീ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരത്തിൽ ഏറ്റുപറഞ്ഞ നീ രക്ഷ പ്രാപിക്കും. ഹൃദയത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ ഇത് തിരുവചനമാണെന്ന്? അത് വിശ്വസിക്കാൻ പറ്റാത്തവണ്ണം കാര്യം എന്താണ്? അടുത്ത വചനം: കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടിച്ചേരും. ഇതാണ് നിന്റെ സ്വഭാവം. കള്ളനെ കണ്ടാൽ നീ എന്ത് ചെയ്യും? അവൻ്റെ കൂടെ കൂടും. കമ്പനിക്കാരനെ കൂടിക്കഴിഞ്ഞാൽ നീ അവൻ്റെ കൂടെ കൂടും. വൃത്തഭാഷണം പറയുന്നവൻ്റെ കൂടെ കൂടിയാൽ അവൻ്റെ കൂടെ കൂടും. മ്ലേച്ഛത പറയുന്നവൻ്റെ കൂടെ കൂടിയാൽ അത് കൂടും. അസൂയ പറയുന്നവൻ്റെ കൂടെ കൂടിയാൽ അവൻ്റെ കൂടെ. നിനക്ക് കിട്ടിയിരിക്കുന്ന പാർട്ടി ആരാണോ ആ സ്വഭാവം അനുസരിച്ച് നീ രൂപാന്തരപ്പെടും. നിൻ്റെ ഹൃദയം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. അതാണ് നിൻ്റെ സ്വഭാവം. കൈക്കൂലി വാങ്ങുന്നവരുടെ കൂടെ കൂടിയിട്ട് പറയും പിന്നെ കുമ്പസാരിച്ചാൽ മതി, ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ, സാഹചര്യമല്ലേ, ഇങ്ങ് പോന്നട്ടെ എന്ന് പറയും. അങ്ങനെ പറയുന്ന സാധനം ചേർന്നതല്ല. നീ ശുശ്രൂഷയ്ക്കും ചേർന്നതല്ല, വിശുദ്ധിക്കും ചേർന്ന്. അതുകൊണ്ടാണ് ദൈവം നിനക്കൊന്നും തരാത്തത്. നിൻ്റെ ഈ സ്വഭാവം എടുത്ത് മാറ്റ്. എന്തിനെ കണ്ടാലും അതിനോട് ഈ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം മാറിയിട്ട് നിനക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരിക്കണം. അടുത്തത്:
വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു. കണ്ടോ, വ്യഭിചാര സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനോട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കും. അടുത്തത്, നിന്റെ വാ നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു. നാവ് തുറന്നാൽ അത് മറ്റൊരുത്തിൻ്റെ കുറ്റമായിരിക്കും പറയുന്നത്. വായെടുത്ത കുറ്റം പറയുന്നത് നിനക്ക് എങ്ങനെ തിരുവചനം പറയാൻ പറ്റും? കണ്ണുകൊണ്ടും കാലുകൊണ്ടും ഹൃദയം കൊണ്ടും വ്യഭിചാരത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കും. നിനക്ക് എങ്ങനെ വചനം നിന്റെ ഹൃദയത്തിൽ കയറും? അതുകൊണ്ടാണ് വചനം കയറാത്തത്, അല്ല വചനത്തിൻ്റെ കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മൾ പറയും വചനം, ചിലർ പറയും എനിക്ക് വചനം വായിക്കുമ്പോഴേ ഉറക്കം വരും, എനിക്ക് വചനം കേൾക്കുമ്പോഴേ ഉറക്കം വരും. തലയ്ക്കകത്ത് മുഴുവൻ കയറിയിരിക്കുന്ന പാപ, തലയ്ക്കകത്ത് മുഴുവൻ കയറിയിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളാണ്. ചിന്തയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ കിടന്ന് കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തകൾ ഇങ്ങനെ ഫാസ്റ്റ് പോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം തലയ്ക്കകത്ത് കളിമണ്ണല്ല ഇരിക്കുന്നത്, എല്ലാം നിൻ്റെ തലയ്ക്കകത്ത് ഇരിപ്പുണ്ട്. ബോധം വെളിവില്ലാത്തതുകൊണ്ടല്ല. തിരുവചനം കയറാൻ പറ്റവണ്ണം നീ എന്ത് ചെയ്തിട്ടില്ല? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി നീ പാപത്തെ എന്ത് ചെയ്തിട്ടില്ല? ഉപേക്ഷിച്ചിട്ടില്ല. വായിച്ചേ. നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു. നാവ് കൊണ്ട് വേറൊരുത്തിന് എങ്ങനെ കെടി വെക്കാന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹൃദയം മുഴുവൻ വെറുപ്പും വൈരാഗ്യം നിറഞ്ഞിരിക്കുന്നു. നാവ് നിയന്ത്രിക്കുന്നില്ല, ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യം കിടക്കുന്നു, കാപട്യം നിറഞ്ഞിരിക്കുന്നു, വഞ്ചന നിറഞ്ഞിരിക്കുന്നു. നിന്റെ സ്വഭാവമല്ല നീ കാണിക്കുന്നത്. പള്ളിയിൽ വന്ന വിശുദ്ധൻ്റെ ഹൃദയം, ഷാപ്പിൽ ചെന്ന കുടിയൻ്റെ സ്വഭാവം, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിന്റെ ഹൃദയം മാറ്റുന്നതാണ് നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയാൻ കാര്യം. ഈ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതൊക്കെ നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരെയാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത്, ശൗൽ എന്തോരം കഷ്ടപ്പാട് അവൻ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവം നോക്കുന്ന ഇങ്ങനെ ഹൃദയമുള്ള ഒരാൾക്കാരെയാണ്. ഈ ഹൃദയവിശുദ്ധി ഉണ്ടോ? ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോട് നിലകൊണ്ടുകൊണ്ട് ആ തീരുമാനത്തിന് വേണ്ടി എന്തു ചെയ്യണം? നിലകൊള്ളണം, അതിനുവേണ്ടി ജീവിക്കണം. നമ്മളോ സാഹചര്യത്തിനൊത്ത് ജീവിക്കുന്നു. നമുക്കും ജീവിതത്തിലൊന്നും വ്യക്തമായ ചില നിലപാടുകളൊന്നുമില്ല സഹോദരങ്ങളെ. സാഹചര്യത്തോട് ഒപ്പിച്ചൊപ്പിച്ച് പോകുന്നവരൊക്കെ നമ്മൾ. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യും? ചേരയുടെ നടുക്കഷം വിഴുങ്ങാൻ വേണ്ടി നടക്കുന്നവൻ. ഇവനൊന്നും ക്രിസ്ത്യാനിന്ന് വിളിക്കാൻ കൊള്ളത്തില്ല. സാഹചര്യം വിഴുങ്ങുന്നവനല്ല ക്രിസ്ത്യാനി. അവനൊരു നിലപാടുണ്ടായിരിക്കണം, അവനൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. പൗലോസിന് അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ആ വ്യക്തിത്വം അവൻ കാത്തു സൂക്ഷിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? ദൈവം ഒരു കാര്യം മനസ്സിലാക്കി, ഇവനെ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ചെയ്ത പാപത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കിയിട്ടല്ല ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ബൈബിളിൻ്റെ ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ച് നോക്ക്. മഹാപാപികളായിരിക്കുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും താറുമാറായി കിടന്ന യൂദാ കുടുംബം, അതിലല്ലേ ക്രിസ്തു വന്നത്. പക്ഷേ ദൈവം നോക്കുന്നത് ചെയ്ത പാപം എത്രയെന്നല്ല, നിൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. നീ ഈ ഫ്ലെക്സിബിൾ സ്വഭാവം കാണിക്കുന്ന, കപട സ്വഭാവം കാണിക്കുന്നവനാണെങ്കിൽ ഒരിക്കലും ദൈവം നിന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കില്ല. നിൻ്റെ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ, ചേർന്ന് നിൽക്കുന്നതാണ്, ഉറപ്പുള്ളതാണെങ്കിൽ, കർത്താവ് നിന്നെ നീ എത്ര മാരകഭാവത്തിൽ വീണു പോയവനാണ് ശരി, ദൈവം നിന്നോട് കരുണ കാണിക്കും, ദൈവിക രഹസ്യം വെളിപ്പെടുത്തി തരും. നോക്കിക്കേ, പത്രോസ് എന്ത് മനോഹരം, എന്തെല്ലാം പണിയാണ് പത്രോസ് തട്ടിക്കൂട്ടിയേക്കണമെന്നറിയാമോ? പത്രോസുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഗതികെട്ട അവസാനം സാത്താനേന്ന് പോലും വിളിച്ചു, എന്നിട്ടും അവൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശു യൂദാസിനെ വിളിച്ച സ്നേഹിതാന്നാണ്, പക്ഷേ അപ്പോസ്തല സ്ഥാനം അവന് കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ യേശുവിൻ്റെ സ്നേഹിതന്മാരാൻ പറഞ്ഞ് ഈ ഇളിയും ചിരിയും മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. ഹൃദയം എന്ന് പറഞ്ഞതൊക്കെ കപട നിറഞ്ഞിരിക്കും, പുറമേ കാണിക്കാൻ പറ്റാത്തവണ്ണം ദൂഷിച്ചതും മ്ലേച്ഛതയും നിറഞ്ഞതും ആ സഹോദരങ്ങളെ. നമ്മുടെ പിടിവാശിയും നമ്മുടെ അഹങ്കാരവും ഞാനെന്ന ഭാവവും ഇതും വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഒരു ദൈവകൃപയും നമുക്ക് വരാൻ പോകുന്നില്ല. ഇതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവകൃപ എന്തുകൊണ്ട് എനിക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15 വായിച്ചേ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നിന്റെ പ്രവൃത്തി എനിക്കറിയാം, ദൈവത്തിനറിയാം. നിനക്ക് അറിയുന്നുണ്ടോ നിന്റെ പ്രവൃത്തി എന്നാന്ന്? നമ്മുടെ പ്രവൃത്തി നമുക്ക് തന്നെ പോലും അറിയുന്നില്ല എന്നാ കാണിച്ചു കൂട്ടുന്നതെന്ന്. പിന്നെ നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. എൻ്റെ സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതത്തിൽ സ്വയം നമുക്കൊരു വേദപുസ്തകമുണ്ട്. പ്രാർത്ഥന ഇത്രത്തോളം, ഭക്തി ഇത്രത്തോളം, ഭാര്യയോടുള്ള നിലപാട് ഇത്രത്തോളം, അയൽവാസിയോട് ഇത്രത്തോളം. ഇങ്ങനെ സ്വയം എഴുതിയ വേദപുസ്തകത്തിലെ വാക്യവും വായിച്ച് ധ്യാനിച്ച് അണ്ടർലൈൻ ചെയ്ത് നീ ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിൻ്റെ പ്രവൃത്തി നിൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം.
നീ ആരാണ്? നിൻ്റെ ബൈബിൾ സ്വയം ഉണ്ടാക്കി സ്വയം വായിച്ചിരിക്കുന്നവനാണ്. നിൻ്റെ നിയമവും നിയമപ്രമാണവും നീ തന്നെയാണ്. നീ ചൂടുള്ളവനുമല്ല, തണുപ്പുള്ളവനല്ല. ഇതൊക്കെ നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതാണ് സഹോദരങ്ങളെ. ഭക്തിയൊന്നും ഇത്തിരി ലിമിറ്റ് വിട്ട് പോകണ്ട കേട്ടോ, ഭ്രാന്തായി പോകും. നമ്മളങ്ങനെ കള്ളു കുടിച്ച് ഓടെ വീഴുമൊന്നും വേണ്ട കേട്ടോ, കുടിയിലെന്ന് വിളിക്കപ്പെടും. പിന്നെന്ത് ചെയ്താൽ മതി? ധ്യാനം കൂടിയ ആളാണെങ്കിലും ശരി, ഈസ്റ്ററിന് ഭാര്യ പോലും അറിയാതെ ഇച്ചിരി കഴിച്ചേക്കുക. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുമ്പസാരിച്ചേക്കുക. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, തെമ്മാടിത്തരം അല്ലെങ്കിൽ തോന്നിവാസം എന്ന് പറയുന്നത്, ഉള്ള പാവം മുഴുവൻ അറിയുകയും ചെയ്യാം, അത് മുഴുവൻ ചെയ്തു കൂട്ടുകയും ചെയ്യും. പാവമോചനം കിട്ടാൻ കുമ്പസാരം ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ സ്വയം നീതീകരിച്ച് നടക്കുക. സ്വയം നീതീകരണക്കാരാണ് നമ്മളൊക്കെ. അതാ കർത്താവ് പറയും, നിൻ്റെ പ്രവൃത്തിയൊക്കെ നന്നായിട്ട് എനിക്കറിയാം, നിൻ്റെ ഹൃദയവും എനിക്കറിയാം. ഇത്രയും കാലമായിട്ട് നിനക്കൊരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിൻ്റെ ഹൃദയം നീ ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല. നിനക്ക് നിൻ്റെ സ്വാർത്ഥതയിലേക്കും നിൻ്റെ ഇഷ്ടത്തിലേക്കും നിൻ്റെ താല്പര്യത്തിലേക്കും ദൈവത്തെ ഇങ്ങോട്ട് കെട്ടിയിറക്കാനാണ് നീ നടക്കുന്നത്. ഒരു കാര്യമില്ല. 1 യോഹന്നാൻ 1:5 പ്രകാശത്തിനാണെന്ന് നീ വിശ്വസിക്കുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നീ വ്യാജം പറയുന്നവനാണ്. തീത്തോസ് 1:15-16 നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് ഭാവിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങളെത്ര ധ്യാനം കൂടിയാണോ, ഞങ്ങളെന്തെല്ലാം ചെയ്തേക്കണോ. എന്നിട്ടോ പ്രവർത്തികൾ വഴി അവർ ദൈവത്തെ നിഷേധിക്കുന്നു. അതാ യഹൂദൻ ചെയ്തു കൂട്ടിയ പരിപാടി. എല്ലാ നിയമവും പാലിക്കുന്ന വലിയ ഭക്തന്മാരെന്ന വിചാരം. നിയമം തന്ന ദൈവത്തെ അവർ കുരിശിട്ട് കൈ തൂക്കി കൊടുത്തു. നമ്മളൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടുന്ന പരിപാടി ഇതാ. പള്ളി നമുക്കറിയാം, നിയമവും നമുക്കറിയാം, മെത്രാനെയും നമുക്കറിയാം, സഭയെ അറിയാം, വിശുദ്ധ കുർബാനയെ അറിയാം. എന്നാൽ അതിൻ്റെ ചൈതന്യത്തെ നിഷേധിച്ചുകൊണ്ട് 2 തീമോത്തിയോസ് 3:12 ഒന്ന് വായിച്ചേ. 2 തീമോത്തിയോസ് 3:12 വായിച്ചോ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചാൽ മതി. എന്നാ കിട്ടുമെന്നറിയോ? വായിച്ചേ. പീഡിപ്പിക്കപ്പെടും. നമ്മൾ ധ്യാനം കൂടിയിട്ട് പീഡനത്തിന് വേണ്ടി വന്നേക്കണാണോ അതോ രക്ഷപ്പെടാൻ വേണ്ടി വന്നേക്കണാണോ? ഇതാ നമ്മുടെ ഹൃദയം. നമ്മൾ ധ്യാനിക്കേ, നമ്മളല്ലേ ധ്യാനിക്കണ്ടേ? ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യും? പീഡിപ്പിക്കപ്പെടും. പീഡനമുണ്ടോ? പീഡനം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വഴിയിലൂടെയാണ്. ഇനി താഴ്ത്തു വെച്ച് അടുത്ത വചനം എന്താണ്? അതേസമയം ദുഷ്ടര് കപടനാട്യക്കാരും. കണ്ടോ, കപടന്മാർ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പാർട്ടികൾ എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് വരും. തൂത്തുകുടി ധ്യാനകേന്ദ്രത്തിൽ വന്നു, ഇവിടുത്തെ തിരുമേനി പറയുന്ന പോലെ മുഴുവൻ അങ്ങ് ചെയ്തേക്കാം. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മേലധികാരികളെ പ്രീണിപ്പിടിക്കണം എന്നാണല്ലോ പറഞ്ഞേക്കണമെന്ന് ഓർത്ത് അവർ കാണിക്കുന്ന തോന്നിയാസിന് കൂട്ട് നിൽക്കുക. ഇങ്ങനെ ചെല്ലുന്ന സ്ഥലം ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, അയ്യോരെ കാണുമ്പോൾ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ആത്മീയതയിൽ ചേർന്നതല്ല. താട്ടുവച്ചി വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. കണ്ടോ എന്താ സഹോദരങ്ങൾ, നമ്മളൊക്കെ ആത്മീയ ജീവിതം ആരംഭിച്ചിട്ട് നമ്മളൊക്കെ താഴെ പോകാൻ കാര്യം എന്താ? വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും പോകാൻ കാരണം എന്തുകൊണ്ടാണ്? വിശുദ്ധ ജീവിതം നയിക്കാനുള്ള തീരുമാനം നമുക്കില്ല. കുറേ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. ഒന്നിൽ പേര് കിട്ടണം, നല്ല ആത്മീയനാണെന്നുള്ള പേര് കിട്ടാൻ, അല്ലെങ്കിൽ സ്വഭാവ വൈകല്യം മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും വിശുദ്ധ ജീവിതം നയിക്കാനാണ് നമ്മൾക്കൊന്നും ആഗ്രഹമില്ല. അതുകൊണ്ടാണ് വെളിപാട് 3:15 താഴ്ത്ത് വായിച്ച്. ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഏറ്റവും കൂടുതൽ കർത്താവ് വേദനയോട് പറയും, നീ ഒരു മഹാപാപിയായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താമായിരുന്നു. നീ ഒരു വിശുദ്ധനായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സ്വർഗത്തോളം കൊണ്ടുപോകാമായിരുന്നു. ഇതിപ്പോൾ എന്താണ്? നിൻ്റെ ഭാവം കണ്ടാൽ നീ വലിയ വിശുദ്ധനാണെന്നും കയ്യിലിരിപ്പ് കണ്ടു കഴിഞ്ഞിട്ട് യൂദാസ് പോലും നാണം കെട്ട് പോകുന്നവനാണെന്നും. വായിച്ചോ. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ണനാകയാൽ. നീ ചൂടുള്ളവനും അല്ല തണുപ്പുള്ളവനല്ല, പിന്നെന്താണ്? നീ സ്വയം ഉണ്ടാക്കിയ നിൻ്റെ സ്വന്തം ബൈബിൾ വായിച്ച് നീ ഇരിക്കുകയാണ്. കർത്താവിൻ്റെ ബൈബിളല്ല നിൻ്റെ വചനം, പിന്നെ നിൻ്റെ വചനമുണ്ട്, നിൻ്റെ കാഴ്ചപ്പാട്, നിൻ്റെ മനോഭാവം. അത് നീ വായിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? എനിക്കൊന്നും ചെയ്യാനില്ല. ദൈവം പോലും പരാജയപ്പെട്ടു പോകുന്ന വാക്ക് ബൈബിളിൽ വേദനയോടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. വിശ്വാസം ത്യജിച്ച സമൂഹത്തിന് മുമ്പിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല.
ശിഷ്യന്മാരെക്കുറിച്ച് പോലും കർത്താവ് കരഞ്ഞതാണ്. ഉത്ഥാനം കഴിഞ്ഞ് വന്നിട്ട് ഈ ശിഷ്യന്മാർ തന്നെ അവിശ്വസിക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് ആകെ വിഷമിച്ചു, ശാസിച്ചു. ഭോഷന്മാരെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ. താട്ട് വായിച്ചേ. നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്. ഞാൻ ധനവാനാണ്. ഇതാണ് കപടതയുടെ ലക്ഷണങ്ങളുടെ അടുത്ത ലക്ഷണം. ഒന്ന്, ധനവാനാണ്. എനിക്ക് കുഴപ്പമുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ വല്ല തോന്നലും ഉണ്ടെങ്കിൽ നല്ല ലക്ഷണമാണ്. പിന്നെ എനിക്ക് സമ്പത്തുണ്ട്. എല്ലാം അത്യാവശ്യമുണ്ട്. ബൈബിൾ അറിയാലോ, പ്രാർത്ഥന അറിയാലോ, ധ്യാനം ഉണ്ടല്ലോ, കുർബാനയുണ്ടല്ലോ, വഴിപാടുണ്ടല്ലോ. പിന്നെ ഒന്നിനും കുറവില്ല, ഒരു കുഴപ്പമില്ല എന്നു നീ പറയുന്നു. ഇന്ന് ആര് പറയുന്നു? നീ നിൻ്റെ ബൈബിൾ നോക്കി നീ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത വചനം. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും. നീ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ലേ? നിന്റെ ജീവിതത്തിൻ്റെ വഴികൾ നിമിത്തം നിനക്ക് നികൃഷ്ടമായൊരവസ്ഥയിലാണെന്ന്. നോക്കിക്കേ, വളർച്ച നടത്തിയവരൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്. പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ യെശയ്യാ പ്രവാചകനാണ്. യെശയ്യാ പ്രവാചകനെക്കുറിച്ച് സഭ പറയുന്നത് മഹത്വമുള്ള യേശാവ് എന്ന് പറയുന്നത്. ബാക്കി ആർക്കും ആ ടൈറ്റിൽ ഉപയോഗിക്കുന്നില്ല. സഭ പഠിപ്പിക്കുമ്പോൾ ഈ പഴയ നിയമമൊക്കെ വായിക്കാൻ നേരത്ത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ശമൂവേൽ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോർ എന്ന് പറയുന്നേ. യെശയ്യാവിനെക്കുറിച്ച് മാത്രം പറയും മഹത്വമുള്ള യെശയ്യാ. പ്രവാചകന്മാരിൽ നിന്ന് അവൻ മഹത്വത്തിലേക്ക് വളർന്നു. അപ്പോസ്തലന്മാരെക്കുറിച്ച് പറയുമ്പോൾ പറയും സഭയുടെ ശില്പിയും പണിക്കാരനുമാണ് പത്രോസും പൗലോസും. അപ്പോസ്തലന്മാരുടെ തലവന്മാർ അവർ പറഞ്ഞ വാക്കുകൾ. യെശയ്യാ 6:3 യെശയ്യാ പറഞ്ഞു, എൻ്റെ നാവ്, എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്. അശുദ്ധമായ നാവുള്ളവരുടെ ചുറ്റുപാടുമാണ് ഞാൻ ജീവിക്കുന്നത്. ലൂക്കോസ് 5:8 പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. പൗലോസ് പറഞ്ഞു 1 തീമോത്തിയോസ് 1:15-16 പാപികൾ ഒന്നാമനാണ് ഞാൻ. എനിക്ക് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല. നമ്മളെന്താ പറയുന്നത്? നമ്മളൊക്കെ ഒരു ധ്യാനം കൂടി പിന്നെ രണ്ടാമത്തെ ധ്യാനത്തിന് പോകുമ്പോൾ പലരുടെയും ആഗോലത എന്താണെന്നറിയുമോ? അച്ഛനോട് കുമ്പസാരിക്കാനായിട്ട് എന്ത് പാപം പറയും. അതിനു വേണ്ടിയിട്ടാണ് പലരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. പാവം പറയാൻ പാവമൊന്നുമില്ല പോലും. ഇതാണ് കപടതയുടെ ഒന്നാമത്തെ ലക്ഷണം. വായിച്ചു. ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം. അതുകൊണ്ട് നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം ചോദിക്കുക. നിൻ്റെ ഹൃദയം നീ മാറ്റുക. ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, നീ ഹൃദയം തുറക്കുക. ഈ പൂട്ടി വെച്ച ഹൃദയം നീ തുറക്കാതെ ഈ ഇരിപ്പിരുന്നാൽ അത് അതുപോലെ ഇരിക്കും. യോഹന്നാൻ 12:24 ഗോതമ്പ് വണി അത് നിലത്ത് വീട് അണിയുന്നില്ലെങ്കിൽ അതുപോലെ ഇരിക്കും. അഴിയുന്നെങ്കിലോ ഫലം പുറപ്പെടുവിക്കും. ഇപ്പോൾ ഒരു ഫലമില്ലാതെ നമുക്ക് തന്നെ തോന്നും, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആത്മീയനായിട്ട് എന്താ കാര്യം? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തവനാണത്. ഇനി ഞാൻ എന്തോരം നന്നാകണം നീ പറഞ്ഞിരിക്കുന്നേ, അർത്ഥം എന്നാണെന്നറിയാമോ? അവൻ്റെ ആത്മീയത വളർച്ച അവൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങളീ പറയുന്നേ, അർത്ഥം എന്നാണെന്നറിയാമോ? മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവനാണെന്ന്. അന്ധൻ, ഹ്രസ്വൻ, ദീർഘദർശി ഇല്ലാത്തവൻ, വെളിച്ചമില്ലാത്തവൻ. അതുകൊണ്ട് നമ്മൾ ഹൃദയം മാറ്റുമ്പോൾ ആദ്യം മാറ്റേണ്ട ഹൃദയം കപട ഹൃദയമാണ്. കപട ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കില്ല, വചനം ഉണ്ടാകില്ല, വെളിച്ചം ഉണ്ടാകില്ല, ഒന്നിനെക്കുറിച്ച്. കപട ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കും, പിറുപിറുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും, മുറുമുറുപ്പായിരിക്കും, എല്ലാത്തിനും മുറുമുറുപ്പായിരിക്കും. പുറത്ത് മിണ്ടത്തില്ല. അത് അവൻ്റെ അകത്ത് കിടക്കുന്ന പാപങ്ങളാണ് അവനെ നശിപ്പിച്ച് കളയുന്ന ഏറ്റവും വലിയ പാപങ്ങൾ. കപടതയുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ കപടതയുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ എഴുതിയിട്ടോ. സിറാക്ക് 1:30 മനുഷ്യരുടെ മുൻപിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. പൊങ്ങച്ചം, എനിക്ക് ബഹുമാനം കിട്ടണം, എനിക്ക് റെസ്പെക്റ്റ് കിട്ടണം, എന്നെ ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞേ, നീ ഉപവസിക്കാൻ നേരത്ത് ആരും അറിയാതെ നിൻ്റെ ഹൃദയത്തിൽ ചെയ്യേണ്ട കാര്യമാണ്.
നാട്ടുകാരെ വിളിച്ച് എനിക്കൊന്ന് ഉപവാസമാണെന്ന് വന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നിന്നെ വിളിക്കുന്ന പേരാണ് കപടൻ. കപടത. ധ്യാനത്തിന് വന്നു, നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ ബാഗ് കൊണ്ട് വെക്കണം, തിരുമേനി കാണുന്നുണ്ടെന്ന് നോക്കും, ബാഗ് കൊണ്ട് വെക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ സന്തോഷം, നിനക്ക് പറയുന്ന പേരാണ് കപടൻ. രണ്ടുപേരും നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ വഴിയാണ് അച്ഛന്മാർ പോകണത്, എൻ്റെ യേശോയേ എന്ന് പറഞ്ഞൊരു വിളി വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പറയുന്ന പേരാണ് കപടൻ. ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളെ സുഖിപ്പിച്ചില്ലെങ്കിൽ ഈ പുച്ഛഭാവം നിനക്കുണ്ടോ, നിനക്ക് പറയുന്ന പേരാണ് കപടൻ. ആത്മപ്രശംസ, ഉള്ളിനകത്ത് കയറിക്കൂടുന്ന സാധനം. അത് എന്നാ ചെയ്താലും ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഭാവം ഉണ്ടല്ലോ, 10 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ട് ഇരിപ്പുണ്ട്, ഈ ഭാവം ഉണ്ടല്ലോ, പറയുന്ന പേരാ കപടൻ. നിയമത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അറിയാവുന്ന നമ്മുടെ ഭാവം കപടൻ. ഇനി കപടനെക്കുറിച്ച് അടുത്ത ലക്ഷണം പറയുന്നത് ഇങ്ങനെയാണ്. യേശുപാറാസയുടെ പുസ്തകം 2:12 വായിച്ചു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾ. ഭീരുത്വം നിറഞ്ഞ ഹൃദയം. ഭീരുത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? കുരച്ചുകൊണ്ടിരിക്കും. അല്ല, കടിക്കും പട്ടി കുരയ്ക്കും, അല്ല കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നല്ല പറയുന്നത്. ഇങ്ങനെ വീമ്പളച്ചുകൊണ്ടിരിക്കും. എന്താണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങളൊക്കെ പള്ളിയിലായിരുന്ന സമയം പള്ളിയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചേ, ഇപ്പം എന്നെ കാണിച്ചു വിട്ടത്. അത് ആത്മീയത തൊട്ട് ഭൗതികത തൊട്ട് എല്ലാം പറയും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ അപ്പം പ്രാർത്ഥിക്കാൻ നേരത്ത് കാണിച്ച് എന്നാന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്? ഭീരുത്വം നിറഞ്ഞത്, അത് വിളമ്പിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അടുത്തത് അലസകരങ്ങൾക്കും. കപടതയുടെ രണ്ടാമത്തെ ലക്ഷണം അലസഹൃദയം. ബൈബിള് ഇപ്പം വായിക്കണമെന്നില്ലെന്ന്, പിന്നെ വായിച്ചാലും മതി. നീ ഇതിപ്പോൾ നിനക്ക് അറിയാവുന്ന വചനമല്ലേ? അങ്ങനെ നമുക്ക് എത്ര വയസ്സാവും? 30ാമത്തെ വയസ്സിൽ വചനം വായിക്കാൻ തോന്നും. നമുക്ക് തോന്നും നാളെ വായിക്കാം. രാത്രി 3 മണിക്ക് അലാറം നമ്മൾ വെക്കും. അലാറം വെച്ച് അലാറം നമ്മളെ വിളിക്കും. വിളിച്ച അലാറത്ത് നമ്മളെന്ത് ചെയ്യും? ഒരൊറ്റ അടി വെച്ച് കൊടുക്കും. അതോടെ അലാറവും ചാവും, നമ്മളും ചാവും. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പറയും, അയ്യോ ഇന്നലെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, അലാറത്തിൻ്റെ കുഴപ്പമാണ്, ഇന്നലത്തെ പണിയുടെ ക്ഷീണമാണ്. പിന്നെന്ത് ചെയ്യും? അടുത്തത്. അങ്ങനെ പ്രായം പോയി നമ്മൾ ആദ്യത്തെ ധ്യാനം കൂടി ഇത് 20ാമത്തെ വയസ്സിലാണെങ്കിലും ഇപ്പോൾ 45 വയസ്സായിട്ടുണ്ടെങ്കിലും ഈ ഇരിപ്പ് ആ ഇരിപ്പ് തന്നെ. സുവിശേഷം അറിയാം, വചനം അറിയാം, തിരുമേനിയെ അറിയാം, എല്ലാം അറിയാം, ഒന്നും അറിയത്തില്ല. അലസത നിറഞ്ഞ കരം, ഒന്നും അധ്വാനിക്കേണ്ട മനസ്സില്ല. അല്ലേ? കപടത നിറഞ്ഞ ദാസനെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചായിരുന്നു. യജമാനൻ വരാൻ നേരത്ത് ആരെ ഉണർവോടെ ഇരിക്കുന്നത്? ഇത് കൂട്ടുകാരുടെ കൂടെ മദ്യവും കഴിച്ച് അലസതയും പിടിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല, താൻ ഭക്തനാണെന്ന് ഭാവിച്ച് നടക്കുന്നവൻ അലസൻ. അലസതയുടെ അടുത്ത ലക്ഷണം പ്രഭാഷകൻ്റെ പുസ്തകം 5:9. അലസതയുടെ കപടൻ്റെ അടുത്ത ലക്ഷണം. ഏതു കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. ഇതാണ് കപടഭാഷണം. എല്ലാത്തിനും അഭിപ്രായം പറയും. കപടൻ്റെ അടുത്ത ലക്ഷണമാണ്. കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ മേഖലയിലും അംഗീകാരത്തിനും അറിയാവുന്ന ഭാവം കാണിക്കാൻ വേണ്ടി നടക്കുന്ന സ്വഭാവം. കപടഭാഷണം നടത്തുന്ന പാപി എല്ലാത്തിനും അഭിപ്രായം വെച്ചുകൊണ്ടിരിക്കും. വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ തലയിട്ടുകൊണ്ടിരിക്കും. സിറാക്കിൻ്റെ പുസ്തകം 32:15. കപടൻ്റെ അടുത്ത പ്രത്യേകതയാണ്. എല്ലാറ്റിനും വ്യാഖ്യാനങ്ങളുണ്ടാകും. വായിച്ചു. നിയമത്തെ അന്വേഷിക്കുന്നവർ അതിൽ സംതൃപ്തി കണ്ടെത്തും, എന്നാൽ കപടനാട്ടിക്കാരൻ അതിൽ തട്ടി വീഴും. ഇതാണ് നമുക്ക് കുഴപ്പം. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലൂടെ, തിരുവചനത്തിലൂടെ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഈ ഭൂമി നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കണം, ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ കർത്താവിൻ്റെ വചനമാണോ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയ സാധിക്കുമോ? അതിന് പറയുന്ന പേരാണ് കപടൻ. കപടൻ അതിൽ തട്ടി വീഴും. തിരുവചനം പാലിച്ച്, അതുകൊണ്ടാണ് എളിമയുള്ളവൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ഒരു ഏറ്റവും ഈ കപടതയെക്കുറിച്ച് ഇത്രയൊക്കെ കർത്താവ് പറഞ്ഞെങ്കിലും യേശു രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ വാക്ക് വളരെ കുറച്ചാണ് പറഞ്ഞത്. ശിശുഹൃദയം, നിഷ്കളങ്ക ഹൃദയം, കാപട്യമില്ലാത്ത ഹൃദയം. കർത്താവ് ഏറ്റവും കൂടുതൽ ബൈബിളിൽ ഉപയോഗിച്ചത് പരീശന്മാരോട്. 23-ാം അധ്യായം തന്നെ എഴുതി വച്ചിരിക്കുന്നത് കാപട്യത്തെക്കുറിച്ചാണ്. കപടൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 അധ്യായങ്ങളൊന്ന് വായിച്ചാൽ മതി. ഒന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായവും മറ്റൊന്ന് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായവും. നിസ്സാര കാര്യങ്ങൾക്ക് വാശി പിടിച്ചുകൊണ്ടിരിക്കും. പ്രധാനപ്പെട്ട സ്നേഹവും കരുണയും
നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. നമ്മുടെ ആത്മീയതയിലുള്ള ചില പിടിവാശികളുണ്ട്. എന്തെല്ലാം പിടിവാശികളാണെന്നറിയാം. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും. ചില മനുഷ്യരിങ്ങനെ ഭക്തി മൂത്ത് കഴിഞ്ഞാൽ ചില നമ്മളെ കൊണ്ടൊക്കെ ഈ അച്ഛന്മാരെ കൊണ്ടൊക്കെ ഇറും വരപ്പിക്കുന്ന കാണാൻ പറ്റും. കോസായ പ്രാർത്ഥന നടത്താൻ നേരത്തെ ഇങ്ങനെയാണോ, അത് മുട്ടുകുത്തിയപ്പോൾ അങ്ങനെയായിരുന്നു, ഇന്ന് കുറിയലൈസം പറഞ്ഞപ്പോൾ എങ്ങനെയല്ലായിരുന്നല്ലോ, ബാറേക്കാദേശ് പറയുമ്പോൾ ബാറക്കുമോർ പറയാണ്ടായിരുന്നു, വിശുദ്ധ കുർബാന എഴുന്നേറ്റ് ചേരുമ്പോൾ അച്ഛൻ കണ്ണടച്ച് നിൽക്കണ്ടായിരുന്നു, കുർബാന ഉയർത്തിപ്പിടിക്കണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചില ഭക്തന്മാരുണ്ട്. അതിന് പറയുന്ന പേരാണ് ഈ പറഞ്ഞ സാധനങ്ങൾ, കപട ഭക്തന്മാർ. ചട്ടവും നിയമം മാത്രം നോക്കിക്കൊണ്ട് കിടക്കും. ഇതാണ് യഹൂദൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവൻ ശാപത്തിൽ സുഖമാക്കുന്നു, പിന്നെ എന്തെല്ലാം ആരോപണങ്ങൾ അവനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഇവൻ അപ്പനും ദൈവം ഒന്നാണെന്ന് പറഞ്ഞു, ഇവന് ഭ്രാന്താണ്, അബ്രഹാമിൻ്റെ അപ്പനാണെന്ന് അവൻ പറയുന്നത്. വയസ്സ് 33 തിരുവചനങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലോ വചനം വ്യാഖ്യാനിക്കുന്നവരും പാലിക്കുന്നവരാണെന്ന് ഭാവിച്ചുകൊണ്ട് നടക്കും. കപടഹൃദയത്തിൻ്റെ അടുത്ത ലക്ഷണം. ഇരമ്യാവിൻ്റെ പുസ്തകം 6-13. നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ്. ഈ കപടന്മാരുടെ അടുത്ത പ്രത്യേകതയാണ് ആർത്തിയായിരിക്കും. അവർ ഭയങ്കര സ്നേഹമൊക്കെ പുറമേ കാണിക്കും കേട്ടോ. പക്ഷെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് ലാഭമോ അംഗീകാരമോ നേട്ടമോ ഉണ്ടായിട്ടില്ലെങ്കിൽ പിച്ചി കീറിക്കൊണ്ടിരിക്കും. അവർ വായു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അമർഷമുള്ളവർ ഒതുക്കിക്കൊണ്ടിരിക്കും. ആണ് കപടനാട്യത്തിൻ്റെ പുറമെ കാണിക്കുന്ന അഭിനയം. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ എല്ലാം എന്നെ പെർഫെക്റ്റായിട്ടും കാണിക്കുക. ഉള്ളിൻ്റെ അകത്ത് കടിച്ച് കീറുന്ന ചെന്നായ്ക്കളായിരിക്കും അവരെന്ന കർത്താവ് പറഞ്ഞ്. തുറന്ന ശവക്കുഴികളാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ശവക്കുഴിയുടെ പുറത്തെന്താ? കല്ലറ. എന്ത് മനോഹര! അകത്ത് കയറി നോക്കണം, നാറ്റ കേസിട്ടാണ്. നമ്മുടെയൊക്കെ സ്ഥിതി ഇപ്പം അതാണ്, കപടത. പിന്നെ പ്രശംസ കിട്ടിയിരിക്കണം. നമ്മുടെ ഉള്ളിൽ കപടത ഉണ്ടെങ്കിൽ, കപട ഹൃദയമാണ് നമ്മുടെയെങ്കിൽ നമുക്ക് സുഖിപ്പിക്കൽ ഇഷ്ടമായിരിക്കും. നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര അനുഭവം കേട്ടോ, എന്തൊരു എളിമയാണ് നിങ്ങളുടെ ശുശ്രൂഷ ഭയങ്കര സ്നേഹം കേട്ടോ. നോക്കിക്കോ, കപടൻ്റെ ആത്മാവ്, അത് നമുക്ക് സുഖം തോന്നുന്നുണ്ടെങ്കിൽ കപടതയുടെ ആത്മാവാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. ദാനം കൊടുക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള വേഷം കെട്ട് കാണിക്കാൻ നിൽക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ മാത്രം. കപടതയുടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. വെളിച്ചത്തിലാണ് നടക്കുന്നതെന്ന് അവൻ വിചാരിക്കുകയും എന്നാൽ ദൈവ പ്രവർത്തികളൊന്നും ചെയ്യാതെ അഭിനയിക്കുകയും ചെയ്യുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഉപവാസത്തിൻ്റെ കാര്യവും പ്രാർത്ഥനയുടെ കാര്യവും കർത്താവ് അങ്ങനെയാണ് നൽകിയത്. അതുകൊണ്ടാണ് കപടന്മാരെന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 7:5. കപടനാട്ടിക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ. ഇതാണ് നമ്മുടെ കപടനാട്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമുക്ക് മൊത്തം കുഴപ്പക്കാരെ കാണുള്ളൂ. ആത്മീയതയുടെ മുഴുവൻ കുഴപ്പം നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിലർ പറയും, ഞാൻ ധ്യാനം എല്ലാം കൂടി എൻ്റെ അച്ഛ നല്ല ദൈവകൃപയില്ല, വീട്ടിൽ ചെന്നപ്പോഴാണ് അപ്പം കള്ളുകൂടി അല്ലെങ്കിൽ അമ്മ തെറി പറയുന്നു, അവരൊന്നും മാറ്റപ്പെട്ടിട്ടില്ല, അവർക്കൊന്നൊരു മാനസാന്തരമില്ല. മറ്റുള്ളവൻ്റെ മാനസാന്തരത്തിലാണ് എൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് ഇരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ പറയുന്ന പേരാണ് കപടൻ. നേരത്തെ പറഞ്ഞില്ലേ ജോസഫിൻ്റെ കാര്യം. സിറ്റുവേഷൻസോ മറ്റുള്ളവരിലല്ല നമ്മുടെ ആധ്യാത്മികത ഇരിക്കുന്നത്. എൻ്റെ ഹൃദയം പരിശുദ്ധമാണോ? മറിയം ആ കാലഘട്ടത്തിൽ പറഞ്ഞു, കർത്താവിൻ്റെ ദാസി, ഞാൻ ദൈവത്തിന് മുമ്പിലെ മുട്ടുകുത്തുന്നത്, നാട്ടുകാർ ഇനി ഗർഭിണിയെന്ന് വിളിക്കുന്നോ, ഇനി വന്ധ്യെന്നോ വേശ്യെന്ന് വിളിക്കുന്നു, ഇതൊന്നും അവൾ നോക്കിയില്ല. ഹൃദയം അകത്തും പുറത്തും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഈ ഹൃദയമുള്ളവനെ ദൈവാനുഭവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ള ഈ മൂടുപടം, ഈ ചട്ടയുണ്ടല്ലോ, പൊളിച്ച് കളയണം. എന്നിട്ട് എൻ്റെ ഈ ഭാവങ്ങളൊക്കെ പൊളിച്ച് ഉള്ളി അരിയുന്ന പോലെ ഇങ്ങനെ അരിഞ്ഞ് ഓരോ തോടും പൊളിച്ച് കളയാൻ നേരത്ത് കണ്ണിങ്ങനെ നിറയും. ഇതിപ്പോൾ കണ്ണുനീര് വരുന്നുണ്ടോ? ഇതിപ്പോൾ ആർക്കാണ്ട് വേണ്ടിയിട്ടാണ് കണ്ണുനീര് വരുന്നത്? കുമ്പസാരിപ്പിക്കുന്ന അച്ഛന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ, മറ്റുള്ളവർ ധ്യാനക്കാർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വേദനയില്ല, ഒരു സങ്കടവുമില്ല, ഒരു ദൈവാനുഭവമില്ല, ബൈബിൾ വായിക്കാൻ നേരത്ത് ഒരു ഫീലിങ്ങും ഇല്ല. എന്താ കാര്യം എന്നറിയോ? കപടത. ഈ വേഷം പൊളിച്ച് കളയണം. വീണ്ടും കപടതയുടെ ഹൃദയം. മത്തായി 22:18 വായിച്ച്. കപട ഹൃദയത്തിൻ്റെ പ്രത്യേകത. അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്ടിക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു വചനവും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ തന്നെയാണോ, ഇതിങ്ങനെ തന്നെയാണോ? ഈ ടെസ്റ്റ് ലബോറട്ടറിയിൽ വെച്ച് സയൻറ്റിഫിക്കേഷൻ നടത്തുന്ന പോലെയാണ് നമ്മൾ തിരുവചനം വെച്ചുകൊണ്ടിരിക്കുക. ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 24:50 കപടന് ദൈവം കൊടുക്കുന്ന പ്രതിഫലം. ഈ ഹൃദയമായിട്ട് നമ്മൾ പോയാൽ നമുക്ക് ദൈവം ഒരു
ഗിഫ്റ്റ് തരും. എന്നാന്നറിയോ ആ ഗിഫ്റ്റ്? മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും. അവിശ്വസ്തനായ ദാസനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അത് പറയുന്നത്, ഉറപ്പിക്കുന്നത്. വായിച്ചോ. അവിടെ യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ, അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഹൃദയം തുറക്കുക, യേശുവിൻ്റെ മുമ്പിൽ തുറന്നു പറയുക, ഞാൻ ഇതൊക്കെ തന്നെയാണ് കർത്താവേ. അതങ്ങ് സമ്മതിക്കുക.